ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ദൈനംദിന അപ്പം എന്ന അനുദിന വചനചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് അവൻ വിജയത്തോടെ നീക്കിക്കളയും എന്ന വിഷയത്തെ ആസ്പദമാക്കി ചില കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കാം. അതിനാധാരമായൊരു വാക്യം വായിക്കാം. യെശയ്യാവ് 25-8 അവൻ മരണത്തെ സദാകാലത്തേക്കും നീക്കിക്കളയും. യഹോവയായ കർത്താവ് സകല മുഖങ്ങളിൽ നിന്നും കണ്ണുനീർ തുടയ്ക്കുകയും തന്റെ ജനത്തിന്റെ നിന്ന സകല ഭൂമിയിൽ നിന്നും നീക്കിക്കളയുകയും ചെയ്യും. യഹോവയല്ലോ അരുളി ചെയ്തിരിക്കുന്നത്. മരണം ഒരവസാനമല്ല. യേശുക്രിസ്തു അതിനെ വിശ്രമം എന്ന് വിളിച്ചു. യേശുക്രിസ്തു മരിച്ചവരെ ഉറങ്ങുന്നവർ എന്നാണ് വിശേഷിപ്പിച്ചത്. കർത്താവായ യേശു ലാസറിനെ ഉയർപ്പിച്ചു. നായിനിലെ വിധവയുടെ മകനെ ഉയർപ്പിച്ചു. ഒരു വ്യക്തിയെ ഉറക്കത്തിൽ നിന്ന് ഉണർത്തുന്നത് പോലെ അവൻ യായിറോസിന്റെ മകളെ ജീവനിലേക്ക് ഉയർത്തി. ഈ ലോകത്തിലെ ജനങ്ങൾ തങ്ങളുടെ പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെടുമ്പോൾ അത്യധികം ദുഃഖവും വേദനയും അനുഭവിക്കുന്നു. അവർ ആശ്വസിക്കാൻ കഴിയാത്തവരാണ്. എന്നാൽ ദൈവമക്കളെ, യേശുക്രിസ്തുവിൽ ആശ്വാസം കണ്ടെത്തുകയും തങ്ങളുടെ പ്രിയപ്പെട്ടവരെ വീണ്ടും കാണുമെന്ന പ്രതീക്ഷയിൽ തങ്ങളെ തന്നെ ആശ്വസിപ്പിക്കുകയും ചെയ്യുക. ക്രിസ്തു മതത്തിൽ നമുക്ക് പുനരുദ്ധാനത്തിന്റെ പ്രത്യാശയുണ്ട്. യേശുക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്നതിന്റെ ഒരു ലക്ഷ്യം മരണത്തെ കീഴടക്കി മരണഭയത്തിൽ കഴിയുന്നവരെ മോചിപ്പിക്കുക എന്നതായിരുന്നു. നമ്മുടെ കർത്താവായ യേശു പറഞ്ഞു, ഞാൻ പുനരുദ്ധാനവും ജീവനുമാകുന്നു. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. ജീവിക്കുകയും എന്നിൽ വിശ്വസിക്കുകയും ചെയ്യുന്നവൻ ഒരിക്കലും മരിക്കുകയില്ല. നിങ്ങൾ ഇത് വിശ്വസിക്കുന്നുണ്ടോ എന്ന് യോഹന്നാൻ 11-25-26 വാക്യങ്ങളിൽ ചോദിക്കുന്നു. കർത്താവായ യേശു നമ്മിൽ ഓരോരുത്തർക്കും വേണ്ടി മരണം ആസ്വദിച്ചു എന്ന് തിരുവെഴുത്ത് പറയുന്നു. എന്നാൽ ദൈവകൃപയാൽ എല്ലാവർക്കും മരണം ആസ്വദിക്കേണ്ടതിന് മരണത്തിന്റെ കഷ്ടപ്പാടുകൾ നിമിത്തം ദൈവകൃപയാൽ മഹത്വവും ബഹുമാനവും കൊണ്ട് കിരീടമണിഞ്ഞിരിക്കുന്ന യേശുവിനെ നാം കാണുന്നു എന്ന് എബ്രായർ 2-9 കാണാൻ സാധിക്കും. കർത്താവിന്റെ രണ്ടാം വരവിൽ ക്രിസ്തുവിൽ മരിച്ചവർ ആദ്യം ഉയർത്തെഴുന്നേൽക്കും. അപ്പോൾ ജീവനോട് ശേഷിക്കുന്നവരായ നാമും അവനോടൊപ്പം ആകാശത്തിൽ കർത്താവിനെ എതിരേൽക്കാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും എന്ന് 1 തെസ്സലോനിക്കർ 4-16 അതിനാൽ ഈ ദ്രവത്വം അക്ഷയതയും ഈ മർത്യത അമർത്യതയും ധരിക്കുമ്പോൾ മരണം നീങ്ങി ജയം വന്നിരിക്കുന്നു എന്ന് 1 കൊരിന്ത്യർ 15-54 എഴുതിയിരിക്കുന്ന വചനം നിറവേറും. നമ്മുടെ കർത്താവായ യേശു മരണത്തെയും പാതാളത്തെയും സാത്താനെയും കീഴടക്കി. അവൻ മരിക്കുകയും മരണത്തിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തതുപോലെ മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ അവന്റെ കൈവശമുണ്ട്. മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോലുകൾ അവൻ കൈവശം വെച്ചിരിക്കുന്നു എന്ന് വെളിപ്പാട് 1-18 കാണാൻ സാധിക്കും. അതുകൊണ്ട് മരണത്തെ നാം ഭയപ്പെടുന്നില്ല. മരണത്തിന്റെ നട്ടെല്ലിന്റെ ധൈര്യത്തോടെ മുട്ടി നമുക്ക് ചോദിക്കാം, ഹേ മരണമേ, നിന്റെ ജയം എവിടെ? ഹേ പാതാളമേ, നിന്റെ വിഷമുള്ളി എവിടെ എന്ന്. ഇത് 1 കൊരിന്ത്യർ 15-55 കാണാൻ സാധിക്കുന്നു. മരണത്തിന്റെ നിഴൽ താഴ്വരയിൽ കൂടി യേശു കടന്നു. അവൻ തന്റെ ആത്മാവിനെ പിതാവിന്റെ കയ്യിൽ ഏൽപ്പിച്ചു. 3-ാം ദിവസം അവൻ ജീവനോട് ഉയർത്തെഴുന്നേറ്റു. മരണത്തെ കീഴടക്കി പുനരുദ്ധാനത്തിന്റെ ആദ്യ ഫലമായി അവൻ സന്തോഷത്തോടെ പ്രഖ്യാപിക്കുന്നു, ഞാൻ എന്നേക്കും ജീവിക്കുന്നു എന്ന്. ഇത് ആവർത്തന പുസ്തകം 32-40 കാണാൻ സാധിക്കുന്നു. ഈ ലോകത്തുള്ളവർക്ക് മരണം കൈപ്പേറിയതും വളരെ വേദനാജനകവുമാണ്. എന്നാൽ നമുക്ക് അത് കർത്താവിനോടൊപ്പമുള്ള മനോഹരമായ ഒരു പാലമായി പ്രവർത്തിക്കുന്നു. ഭൂമിയിലെ മനുഷ്യരെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്ന ഒരു അത്ഭുതകരമായ ഗോവേണിയാണത്. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. കൂടുതൽ ധ്യാനത്തിനുള്ള വാക്യം സങ്കീർത്തനം 23-6 നന്മയും കരുണയും എന്നെ പിന്തുടരും. ഞാൻ യഹോവയുടെ ആലയത്തിൽ ദീർഘകാലം വസിക്കും. ഇന്നത്തെ ബൈബിൾ വായന രാവിലെ യോബ് 14-15-16 വൈകുന്നേരം അപ്പോസ്തല പ്രവൃത്തികൾ 9-ാം 22 മുതൽ 43 വരെയുള്ള വാക്യങ്ങൾ. ആമേൻ.